Okay, magic morning to all. Okay, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഓൺ ചെയ്യാം. ഓക്കെ ആയിട്ടുള്ളവരൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെഷനിലെ ടോപ്പിക്കും ഇന്നത്തെ പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇന്നത്തെ സെഷൻ നമുക്ക് എടുക്കുന്നത് ഹസിൻ ഹുസൈൻ സാറാണ് ഇന്നത്തെ സെഷൻ നമുക്ക് എടുക്കുന്നത്. സാർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേ ടു ടോക്ക് ആൻഡ് ബ്രേക്ക് കംഫർട്ട് സോൺ എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ ഒരു സെഷനിൽ എല്ലാവരുടെ പാർട്ടിസിപ്പൻസും നന്നായിട്ട് ഉണ്ടായിരിക്കട്ടെ. സോ എല്ലാവരും ഫീഡ്ബാക്കും കാര്യങ്ങളും സംസാരിക്കുക. സാറിന്റെ ഒപ്പം തന്നെ ക്ലാസ്സിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഹസൻ സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓഡിബിൾ ആണോ? ഹലോ. ഓക്കെ ആണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് ഹസൻ ഹുസൈൻ. ഞാൻ വരുന്നത് കോഴിക്കോട് തന്നെയാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. ദെൻ കറൻ്റ്ലി CMA ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ ടോപ്പിക് എടുക്കാൻ കാരണം ഇന്നത്തെ സമൂഹത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഭയം മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോഴോ അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുമ്പോഴോ അതുപോലെ ഒരു ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ എങ്ങനെ എടുക്കും. അതാണ് മെയിൻ റീസൺ. അപ്പം നമുക്ക് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആദ്യം മാറ്റണം. അതിനുള്ള ആദ്യത്തെ കടമ്പയാണ് നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത്. നമ്മളെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർക്കിളിലായിരിക്കും ഉണ്ടാവുക. ആ സർക്കിൾ നമുക്കത് കംഫർട്ട് ആയിരിക്കും. അവിടെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 4-5 ആൾക്കാരുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പാട്ട് പാടും, കഥ പറയും, പല ആക്ടിവിറ്റീസിലും ഇൻക്ലൂഡ് ആവും. ബട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഒരു അറിയാത്തൊരു ഓഡിയൻസിന്റെ മുന്നിലേക്കോ വന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ അവരവരുടേതായ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ടൈമിലൊക്കെ അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് നമ്മൾ എന്ത് പറഞ്ഞാൽ അവരെങ്ങനെ എടുക്കും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ, അങ്ങനത്തെ ഓരോ തോട്ട്സ്. അപ്പം ആദ്യം മാറ്റുന്നത് അങ്ങനത്തെ ഒരു തോട്ട്സ് ആണ്. അപ്പം ഇവിടെയുള്ള ഓൺലൈനിലുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഒരാളൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ ജസ്റ്റ് പേരും സ്ഥലവും എന്താ ചെയ്യുന്നത്, പിന്നെ ബി മാജിക്കിൽ ജോയിൻ ചെയ്യാൻ കാരണം എന്താണ്? ഹായ്, എന്റെ പേര് സിന്ധു. ഓക്കെ എന്റെ വീട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന സ്ഥലത്താണ് ഓക്കെ താമസിക്കുന്നത്. ഓക്കെ ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ആ എനിക്ക് 3 പിള്ളേരുണ്ട്. ഓ എല്ലാരും മാരീഡ് ആണ്. ആ ഒക്കെ ഹാപ്പി ഫാമിലി, ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ 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 ഫൈൻ. ഓക്കെ, ഞാനിപ്പം ഇങ്ങനൊരു ചാൻസ് നിങ്ങൾക്ക് തന്നത്, അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ തേടി വരില്ല, നമ്മളത് അക്വയർ ചെയ്യാൻ വേണം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു ആരെങ്കിലും ഒരാൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരാള് ചാടിക്കയറി വന്ന് പറഞ്ഞു. അത് ആളുടെ ഒരു മിടുക്ക്. നമ്മളെല്ലാവരും അതുപോലെ തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മളത് അക്വയർ ചെയ്യുന്നില്ല. നമുക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ, അവരെന്ത് വിചാരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എല്ലാവരും തോട്ട് പോകുന്നത്. പിന്നെ ബേസിക്കലി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലോ അഥവാ പറഞ്ഞത് തെറ്റിപ്പോയാലോ അത് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രമേ ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാവും. ഒരു 2 or 3 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് അവർ ഫോർഗെറ്റ് ചെയ്യും, മറക്കും. അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫിയർ മാറ്റി വെച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഒരു സെഷനും കൂടി നോക്കാം. ഒരാളും കൂടി പറയൂ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ബഷീർ, കോഴിക്കോടാണ്. ആ ബിസിനസ് ആയിരുന്നു, കോഴിക്കോട് എവിടെ? ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നു. ഓ ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ അവസരം, ഇതുപോലെ മീൻസ് നമുക്ക് നമ്മുടെ
ഉള്ളിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മളത് വാച്ച് ചെയ്ത് നമ്മളത് ഒബ്സർവ് ചെയ്ത് അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നോ അത് അങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അത് മാറുള്ളൂ. അപ്പം നമുക്ക് ഉള്ളിലൊരു മടി ഉണ്ടാവും, ഞാൻ ചെയ്താൽ റെഡി ആവൂ, അങ്ങനെ ആൾക്കാർ വിചാരിക്കുന്നൊക്കെ ഒരു മടി ഉണ്ടാവും. അത് ആദ്യം മാറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ തന്നെ റെഡിയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾ എത്ര മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടോ കാര്യമില്ല. നിങ്ങളത് ആദ്യം നമ്മൾ തന്നെ സ്വയം ഉൾക്കൊള്ളണം. പിന്നെ എല്ലാവർക്കും ഇത് പറ്റുന്ന കാര്യം തന്നെയാണ്, പറ്റാത്ത കാര്യം ഒന്നുമല്ല. അതുപോലെ തന്നെ ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ജന്മനാ കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ പലരുടെയും സംസാരം കേട്ടിട്ടോ പലരുടെ സംസാരം ഇൻഫ്ലുവൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കും ആഗ്രഹം ഉണ്ടാവുക. നമുക്ക് ഇതേപോലെ സംസാരിക്കണം, ഇതുപോലത്തെ സ്റ്റേജസ് ഹാൻഡിൽ ചെയ്യണം. ഇപ്പം കുറെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ ബിസിനസ് റെപ്രസെന്റേറ്റീവ്. ഇപ്പം വലിയ വലിയ ബിഗ് ഫോറിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനീസിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല ബിസിനസ് ഐഡിയാസ് ഉണ്ടാവും. അഥവാ ഒരു കമ്പനിയുടെ മെയിൻ ഡിസിഷൻ പ്ലാനിങ് ഒക്കെ എടുക്കുന്ന ടൈമിൽ അവരുടെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ടാവും. വൺ ഓഫ് ദി ബെസ്റ്റ് ഐഡിയ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. ബട്ട് അവർക്കത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുന്നിൽ പോയിട്ട് പറയാനോ, അയ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ, അങ്ങനെയുള്ള തോട്ട്സ് വന്നിട്ട് അത്രയും ബെസ്റ്റ് ഐഡിയ അവിടെ ബാക്ക് അടിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മളെ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് നമ്മളത് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക തന്നെ വേണം. പിന്നെ നമുക്ക് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭയം കൊണ്ട് തന്നെയാണ്. ആ ഭയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക വേണം. ഇപ്പോ ഞാൻ അവിടെ ശ്രദ്ധിച്ചു, കുറെ ആൾക്കാർ ഏകദേശം മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാമായിരുന്നു. ബി മാജിക്കിൽ ജോയിൻ ആവാൻ കാരണം ഉണ്ടാവുമല്ലോ, അതിന്റെ റീസൺ പറഞ്ഞാലും മതി. ആരെങ്കിലും രണ്ടുപേര്. ബി മാജിക്കിൽ വന്നത് തന്നെ ഈ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാ. ഏകദേശം ഓക്കെ, പൊട്ടിച്ചു കഴിഞ്ഞിരിക്കും. തെറ്റ്. വേറെ ആരെങ്കിലും? നല്ലൊരു ഡെയിലി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ നമ്മൾ മാനസികമായിട്ടൊക്കെ അനുഭവിക്കുന്ന കുറെ സ്ട്രെസ്സുകൾ ഈ ഒരു അതെ അതെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയോടെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അതെ. അതുകൊണ്ട് തന്നെ 3 കൊല്ലം ഞാൻ അതിൽ വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഇതുപോലത്തെ ഓരോ ചാൻസ് കിട്ടുമ്പോൾ ചാടിക്കേറി പറയാ, അത്ര തന്നെ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യം പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു പാട്ട് പാടാണെങ്കിലോ ഒരു കഥാപ്രസംഗം ചെയ്യുകയാണെങ്കിലോ നമ്മളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അത് എങ്ങനെ റിഹേഴ്സൽ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് സ്റ്റേജിൽ കിട്ടുന്ന ഒരു റെസ്പോൺസ്. അതുപോലെ തന്നെയാണ് കംഫർട്ട് സോണിന്റെ കാര്യം. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മളത് എത്ര എഫക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പം ഫസ്റ്റ് ഒരാൾ പറഞ്ഞു ബഷീർ, അദ്ദേഹം പറഞ്ഞു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു, ഓൾറെഡി ബ്രേക്ക് ചെയ്തു. അദ്ദേഹം അത് പറഞ്ഞ ആ ഒരു വേർഡ്സ് തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സോൺ എന്ന് പറയുന്നത് ഒരു ഫിയർ സോണാണ്. ഈ ഫിയർ സോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രോത്ത് സോണാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ തന്നെ ഉണ്ട് ആ കോൺഫിഡൻസ്. അപ്പോൾ അതുപോലത്തെ ആ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ആവുന്നത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പം വേറെ ആൾ പറഞ്ഞു 3 കൊല്ലമായി, വളരെ കേൾക്കാൻ നല്ല രസമുണ്ട്. നിങ്ങൾ പറഞ്ഞു ഇത്ര സ്ട്രെസ് ഒക്കെ ഉണ്ട്. എന്താ നിങ്ങൾ ജോലിയുടെ കാര്യത്തിലാണോ സ്ട്രെസ്, അല്ലെങ്കിൽ ലൈഫിന്റെ ഓരോ സിറ്റുവേഷൻ കൊണ്ടാണോ സ്ട്രെസ് വരുന്നത്? ലൈഫിലും ഉണ്ടാവും അതെ, ജോലിയിലും ഉണ്ടാവാം. fine. രണ്ടും മാറി കിട്ടാൻ നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് നല്ലോണം ഉപകരിക്കുന്നുണ്ട്. അതെ. നിങ്ങൾ സെലക്ട് ചെയ്തൊരു കാരണം കമ്മ്യൂണിറ്റി എന്തെങ്കിലും ഒരു നല്ലൊരു സ്ട്രെസ് വന്നു കമ്മ്യൂണിറ്റിയാണ്. കഴിഞ്ഞാല് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ. ഇപ്പൊ ഒരുപാട് ഇതുപോലത്തെ കമ്മ്യൂണിറ്റീസ് വളർന്നു വരുന്നുണ്ട്. അതിന് എഫക്റ്റീവായിട്ട് അതിലുള്ള ആൾക്കാർക്കും റിസൾട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ആവുക കാര്യങ്ങളിൽ. എന്താണോ ബേസിക് കാര്യങ്ങൾ അത് മനസ്സിലാക്കുക, മുന്നോട്ട് വരിക. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ അവസരങ്ങൾ മുന്നോട്ടേക്ക് കാണുമ്പോൾ അത് പിടിച്ചു വാങ്ങുക, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലോ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെങ്കിലോ ഒന്നും ഒരു പ്രശ്നമല്ല. ബേസിക്കലി ഫസ്റ്റ് ഉള്ള തോട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമോ
അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. അത് ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല. അതിനാണ് പറഞ്ഞത് പ്രാക്ടീസ്. ഇതുപോലത്തെ ഓരോ സിറ്റുവേഷൻ കിട്ടുമ്പോൾ ക്യാമറ ഓൺ ആക്കി സംസാരിക്കുക. നിങ്ങൾ ഓൺലൈനിലാണ്, നിങ്ങൾ നേരിട്ട് ആരെയും ഫേസ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു മടിയും തോന്നേണ്ട കാര്യമില്ല. ഇതൊരു ചാൻസ് ആയിട്ട് കാണുക, സംസാരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ പറയാനുണ്ട്. പറഞ്ഞു. ഹലോ നമുക്കുള്ള ഗുഡ് പ്രശ്നം മോർണിംഗ്. മടി നീട്ടുകളൊക്കെ ഒന്ന് മാറ്റി കിട്ടണം. എങ്ങനെ? ഹലോ മടികൾ ഗുഡ് മോർണിംഗ്. അതുപോലെ നീട്ടുവെക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒരാൾ പറയൂ, രണ്ടാൾ പറയുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ആ നമ്മൾ ഈ മടികളൊക്കെ ഉണ്ടല്ലോ, അതെ നീട്ടിവെക്കലൊക്കെ, പിന്നെ ചെയ്യാമെന്നുള്ള നമ്മളിങ്ങനെ നീട്ടി അവസാനം ഒന്നും ചെയ്യാത്തൊരവസ്ഥ നമുക്ക് വരാറുണ്ടല്ലോ. അതെ. അതൊന്ന് പൊട്ടിച്ച് കിട്ടേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മടി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മളെ മടി ഉണ്ടാവുക. ഇപ്പൊ ഒരു ചലഞ്ച് പറയുകയാണെങ്കിൽ ഒരാഴ്ച രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിക്കുക എന്ന് പറഞ്ഞാല് മടീനെ ഏറ്റവും കൂടുതൽ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ചലഞ്ചാണത്. ഒരു 1 വീക്ക് 5 മണിക്ക് എഴുന്നേൽക്കുക, കുളിക്കുക. നിങ്ങൾ ഏത് മതക്കാരാണോ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുക. അപ്പം ഈ കുളിക്കുക, കോൾഡ് ഷവർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ കിടക്കണം. നേരത്തെ കിടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കണം. ഒരു കംപ്ലീറ്റ് ഡേ അങ്ങനെ പ്രിപ്പയർലി ഷെഡ്യൂൾ ആവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എല്ലാവരെ കൊണ്ടും പറ്റുമില്ല. ഇപ്പൊ നിങ്ങളൊരു 1 വീക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഇത് ഞാൻ ചെയ്തല്ലോ, എന്നെ കൊണ്ട് പറ്റിയല്ലോ. അപ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ വേറെ പല കാര്യങ്ങളും എന്നെ കൊണ്ടും പറ്റുമെന്ന് മനസ്സിലാവും. മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. ഒരാൾക്ക് മാത്രം ഉള്ളതായിട്ടൊന്നുമില്ല. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഞാനും എല്ലാവർക്കും മടി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നമ്മളത് മൈൻഡിലിടുന്ന കൺസേൺ പോലെ ഉണ്ടാവും. വേറൊരാളും കൂടെ പറഞ്ഞു തരുന്നല്ലോ. ആരായിരുന്നു? സലാമോ? അബ്ദുൽ സലാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ എന്റെയും പ്രശ്നം ഇപ്പൊ തന്നെയാണ് ഈ ജനങ്ങളായിട്ട് ഈ സംസാരിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആ നല്ല ആ അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ആ ചെയ്യുന്നതിൽ ഞാനാണ് കൂടുതൽ അതിൽ അപ്ലറായിട്ട് ഞാൻ നിൽക്കുന്നത്. എല്ലാ ആ കാര്യത്തിലും, ഏത് ഓഫീസ് കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലും. പക്ഷെ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ജനങ്ങളായിട്ട് കല്യാണം, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഭയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെ മാറ്റാൻ പറ്റും? എനിക്കത് അതിൽ നിന്ന് മാത്രം കരകയറാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ സംരംഭം ഇപ്പൊ ഞാൻ തുടങ്ങുന്നതൊക്കെ 1 കോടി ഉൾപ്പെടെ ബിസിനസ് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിലൊന്നും എനിക്കൊരു വിഷയങ്ങളില്ല. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് എന്താ എന്നറിയണില്ല. നിങ്ങളിപ്പോ പറഞ്ഞു നിങ്ങളെ ബിസിനസ് ഗ്രോത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ കൂടെ ഈ ഒരു ഭാഗം കൂടി കൺസേൺ ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ് ഒന്നും കൂടി ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങളിപ്പോ ഓൺലൈനിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 100 ഇരട്ടിയാണ് ഒരാൾ വാക്ക് കൂടെ പറയുന്ന മാർക്കറ്റിംഗ്. അപ്പൊ അത് നിങ്ങളിപ്പോ പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫിയർ, ഭയം അതൊക്കെ മാറ്റി വെച്ചാൽ ഏറ്റവും ബെനിഫിറ്റ് ആവുക നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും വിജയങ്ങൾ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ മാത്രം കേട്ടോ ഓൺലൈൻ. ബാക്കി പടച്ചു വിചാരിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ബിസിനസ് പക്കായിട്ട് പോകുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളും ഞാൻ ഈ 1000 ആള് ചെയ്യുന്നതിൽ ഒരുവനായിട്ട് ഞാൻ പോകുന്നുണ്ട് ബിസിനസ്സിൽ. ഞാൻ പറഞ്ഞില്ല, അത് ഇതെങ്ങനെ മറികടക്കാൻ പറ്റും? നമ്മുടെ ആ കംഫർട്ട് സോണിന്റെ ഒരു പ്രാക്ടീസ് ആണ്. നമുക്കത് എപ്പോഴും മൈൻഡിൽ വേണം. നമ്മളിപ്പോഴും ഒതുങ്ങിക്കൂടുന്നത് കംഫർട്ട് സോൺ തന്നെയാണ്. മനസ്സിലാക്കേണ്ടത് എത്രയാണ് നമ്മൾ ഒതുങ്ങിക്കൂടുന്നത് ആ ഒരു സർക്കിൾ തന്നെയാണ്. അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നമുക്കത് റെഡി ആവുള്ളൂ. അപ്പം നിങ്ങളെ പ്രശ്നം പറഞ്ഞു, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു കല്യാണ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എൻഗേജ് ആവാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ അല്ല ഇഷ്യൂസ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് പുറത്ത് ഫ്രണ്ട്സ് അങ്ങനത്തെ സർക്കിൾസ് ഉണ്ടോ? ഉണ്ട്. ഇങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കൂടുതലായിട്ട് ഞാൻ ഇറങ്ങി ചെല്ലാറില്ല. ആ അതന്നെ, നമുക്കത് പ്രാക്ടീസ് തന്നെയാണ്. ഇപ്പൊ ഇതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നിങ്ങൾ നേരിട്ട് വന്നിപ്പോ സംസാരിച്ചില്ലേ, അത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്കിംഗ് ആണ്.
അത് നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കണ്ടാലും മതി. അങ്ങനെ ഓരോരോ പക്ഷെ ഞാൻ ഒരു കാലത്ത് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളി പഠിക്കുന്ന കാലത്ത് ഒരു 1-2 വർഷം പള്ളി പഠിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്ന് ഉസ്താദൊക്കെ എന്നോട് പറയും ജനങ്ങളായിട്ട് അഭിമുഖീകരിക്കണമെങ്കിൽ പള്ളിയിൽ പോയിട്ട് വയലൊക്കെ പറയും. അങ്ങനെ അന്ന് എന്റെ ചെറുപ്പത്തിൽ 1-2 കാര്യങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് ഈ പേടി ഉണ്ടായില്ല. പിന്നെ അതിന് ശേഷമാണ് ഇത് എവിടുന്ന വന്ന് എങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ അറിയില്ല. ആ അപ്പൊ വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് ഇങ്ങനെ അത് മാറി. പക്ഷെ ആ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് എന്ത് കാരണം ഉണ്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എവിടുന്ന് വന്നു ആ ഒരു എങ്ങനെ അത് പോയിന്റ് ഓഫ് ടൈമില് അത് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പോലെയാ. നിങ്ങൾ ഉം. തിങ്ക് ചെയ്യുന്നുണ്ട് അത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവോ, ഞാൻ എങ്ങനെ ഇല്ല പറയുമ്പോ ഇല്ല അത് ആൾക്കാർ എങ്ങനെ എടുക്കും, അതാണ്. ഇപ്പൊ നമ്മള് ഇത് മാത്രമേ ഉള്ളൂ. വലിയ നേവി ഓഫീസിലും അതുപോലെ തന്നെ വലിയ വലിയ ഓഫീസിലും പോയിട്ട് 4, 5, 10 സാറുമാരോട് ഞാൻ എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയണു. അത് ഞാൻ പറയുന്ന പോലെ എന്റെ ബാക്കിൽ ഇരിക്കുന്ന 6-7 ആളുകൾ ഉണ്ടാവും, അവർക്ക് പറയാൻ കഴിയില്ല. ആ അപ്പോൾ നിങ്ങൾ അവിടെ ഒരു പടി മേലെയാണ്. അതെ, ഞാൻ അവിടെ ലീഡർ ആയിട്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ ഇപ്പോഴും ഈ ഞാൻ എന്റെ ഈ ഒരു സംരംഭത്തിൽ കൂടെ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം ഒരു മാത്രം കാരണവശാലും ഡൗൺ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് കുറെ ഞാൻ എക്സസൈസോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കിതിൽ കൂടുതൽ ഫീലിംഗ് വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ആ ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒന്നില്ലെങ്കിൽ കരാട്ട ക്ലാസ്സിന് പോകും, അതല്ലെങ്കിൽ ജിം ക്ലാസ്സിന് പോകും, ഏതെങ്കിലും ഒരു എക്സസൈസ് ഞാൻ മുന്നോട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ പക്ഷെ ഓക്കെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ കൂടെ ഞാൻ ഇതിലേക്ക് കുറെ ബ്രീത്ത് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഞാൻ അതിന്റെ ഡബിൾ ആയിട്ട് ഞാൻ താഴത്തേക്ക് വീഴുള്ളൂ, രക്ഷപ്പെടൂല. ആ അത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ ഒരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവും. ഭയമല്ല, നമുക്കത് അവരോട് മിങ്കിളാവാൻ പറ്റുമോ ഇല്ലേ, അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടാവും. അത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളത് മാറ്റി വെക്കുക തന്നെ വേണം. അല്ലാണ്ട് നമുക്കത് ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കാൻ പറ്റൂല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് ബിസിനസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പറയാൻ പറ്റുന്നുണ്ട്. ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യമല്ല, പറ്റും. ചെറിയൊരു പ്രശ്നമാണ് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ ക്യാമറ ഓൺ ആക്കി സംസാരിക്കുക. പിന്നെ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ട്രൈ ചെയ്യുക. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു, ഒരാൾ ചാടി കയറി വന്ന് പറഞ്ഞു. അതുപോലെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഓപ്പൺ ആയിട്ട് വരിക, കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് വരിക. നമ്മൾ ഒരു മടിയും തോന്നണ്ട. എനിക്ക് മടി വരാൻ കാരണം ഉള്ളത് പറയാലോ, കാര്യങ്ങള് പറയുമ്പോ ഇങ്ങനെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയണല്ലോ. ഇപ്പൊ ഷാഫി ഇൻസ്പേസിൽ ഞാൻ ഇതുപോലെ ഒരു മാസത്തേക്ക് ഞാൻ മെഡിറ്റേഷനിൽ കയറി. അത് മെഡിറ്റേഷനിൽ കയറുമ്പോ അവർ ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അത് പേടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായി. ആ അതാണ് അത് എങ്ങനെ സംസാരിക്കണം സ്വാഭാവികം. എന്നുള്ള ഞാൻ അതിൽ നിന്ന് ഒഴിവായി പോയി. ആ ഓൺലി 15 ദിവസം ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തുള്ളൂ. പിന്നെ അങ്ങനെ ഓരോരുത്തർ പറയാ എന്താണ് സലാം സാറൊന്നും പറയില്ല അല്ലെങ്കിൽ മറ്റേ അപ്പൊ അത് ആ ഒരു സംസാരം എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്ക് അറിയാത്ത കാരണം എന്തായാലും ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോട്ടെ, എന്റെ കാര്യങ്ങൾ ബിസിനസ് ആയിട്ട് പോട്ടെ എന്നുള്ള താല്പര്യത്തിൽ വന്ന. അത് നമ്മള് ഇപ്പൊ അത് എവിടെ പോയാലും ഉണ്ടാവും. നമ്മളൊരു നെഗറ്റീവ് അല്ല, കാണാൻ ഇപ്പൊ എനിക്ക് നിങ്ങൾ ഏറ്റവും ഫീലിംഗ് എന്താന്ന് ചോദിച്ചാല് എന്റെ മോന് ഇവിടെ ഒരു കോളേജിൽ, അറബി കോളേജിൽ പഠിക്കുക, 14 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് ഉസ്താദ് സ്പീക്കർ എന്നിട്ട് എന്നോട് പറയാൻ അഭിപ്രായങ്ങൾ പറയുന്ന പറഞ്ഞപ്പോ എനിക്ക് ഒരു വാക്ക് പോലും എനിക്ക് അവിടെ പറയാൻ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാല് ഞാൻ പുലിയാ. ആ പക്ഷെ ഈ ഒരു സംഭവത്തിൽ കൂടെ എനിക്ക് വരുമ്പോ എന്തോ എവിടെയോ ഒരു പ്രശ്നമുള്ള മാതിരി, ആരോ പിടിച്ചു വലിക്കുന്ന മാതിരി, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല. ഞാന് ആ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ബാക്കിയുള്ളവരെ മനസ്സിലാക്കേണ്ടത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം അല്ല ഞാൻ ഇത്ര നേരം സംസാരിച്ചിരുന്നു, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പറയാം. ഒരു ഞാനൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം സലാം തുറന്ന് പറയും, തുറന്ന് എല്ലാ കാര്യം ഉം. സംസാരിക്കണം, ഒരു ബുദ്ധിമുട്ടുമില്ല. പറയും. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോ ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ഇപ്പൊ കുട്ടിയുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് പിന്നെ മാതാക്കള് ഇങ്ങനെ പിതാവ് പറയണ കുറച്ച് അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ, ഉപ്പ പറയണം എന്ന് പറഞ്ഞു നോക്കുമ്പോ എനിക്കത് പറയാൻ കഴിയാതെ ഞാൻ ആ സ്പീക്കർ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അത് എന്നെ വല്ലാതൊരു ഫീലിംഗ് ചെയ്തു. അത് നമുക്ക് അടുത്തൊരു ചാൻസ് നമുക്ക് റെഡി ആക്കണ്ടേ, അതുപോലത്തെ ചാൻസ് കിട്ടുമ്പോ. ഇൻഷാ അല്ലാ. അതാണ്. ഒരു കാര്യം പറയട്ടെ മോനെ, ഓ ആ
അതിന് പറ്റിയ ഇതെന്താന്ന് വെച്ചാല് ഒന്നാമത്തെ മനസ്സില് ഒന്ന് എന്താ പറയാ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ പറഞ്ഞാൽ ശരിയാവും, എനിക്ക് പറയാനുള്ള ഒരു അവസരമാണെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. നമ്മൾ തെറ്റോ ശരിയോ അത് നോക്കണ്ട, നമ്മൾക്ക് എന്താണോ പറയാൻ പറ്റുന്നത് നമ്മൾ തുറന്ന് പറയാ. പിന്നെ ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ദിവസം വിളിച്ച് സംസാരിക്കുക. മനസ്സിലായ? സംസാരിച്ച് അതൊന്ന് നമ്മളാ ഫിയർ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പം ഒരുപാട് പറഞ്ഞില്ലെങ്കിലും 1-2 വാക്കെങ്കിലും നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാല് നമുക്കത് എന്തായാലും തിരുത്താൻ പറ്റും, അത് ശരിയാക്കാൻ പറ്റും. അതിന് യാതൊരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട. മനസ്സിലായ? അപ്പൊ ദിവസം ആരെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴൊക്കെ ആരെങ്കിലും ഒരാളെ വിളിക്കുക. ഇപ്പൊ എന്നെ വിളിച്ചാലും കുഴപ്പമില്ല, വേറെ ആരെ വിളിച്ചാലും കുഴപ്പമില്ല, ആരെ വേണേലും വിളിക്കുക, സംസാരിക്കുക. നമ്മളെ മനസ്സിന്റെ ആ ഒരു ഇത് കളയുക, പേടി എന്ത് കളയുക സംസാരിച്ചിട്ട്. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള സംഭവമാണ്. അത് ഏത് പ്രായക്കാർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ ഇപ്പം പഠിക്കുന്നത് CMIUS ആണ്. ഞങ്ങൾക്ക് വീക്കെൻഡ്സിൽ ഡിബേറ്റ് സെഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഡിബേറ്റിൽ ആൾക്ക് പറയാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ടോപ്പിക്സും പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിലുണ്ടാവും. ബട്ട് ആളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം കൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറെ ഡിബേറ്റ് തോറ്റിട്ടുണ്ട്, ആള് പറയാത്തോണ്ട്. ആള് പറഞ്ഞാൽ ചിലപ്പോൾ ജയിക്കേൻ. ഇപ്പൊ ആൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ നിന്നാ പോരാ, എനിക്കും പറയണം. അപ്പൊ അത് ആളുടെ ഒരു കംഫർട്ട് ആയിരുന്നു. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആള് പതിയെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒറ്റയടിക്ക് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല. വളരെ സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ടും നമുക്ക് പെട്ടെന്ന് കണ്ടോളന്നില്ല. അതിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഉണ്ടാവുക, വളരെ സ്ലോ ആയിട്ട് റിസൾട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേജ് ഫിയറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു മൈക്കോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺസോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റിനെ നമ്മൾ അതിൽ കയറി ഇൻക്ലൂഡ് ആവാൻ നിൽക്കരുത്. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് നമ്മൾ മൈക്ക് ഹോൾഡ് ചെയ്യുക, മൊത്തം ഓഡിയൻസിനൊന്ന് നോക്കുക. ഫസ്റ്റത്തെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 8 സെക്കൻഡ് പറയുന്നത് നമ്മളൊരു ഫിയർ സോണാണ്. ആ ഫിയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയൻസിനെ നോക്കുക, മൈക്ക് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ വലിയ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അവർ മൈക്ക് കിട്ടി അപ്പം തന്നെ പാട്ട് പാടും? ഇല്ല. അവരെ 100 കണക്കിന് പാട്ട് പാടിയിട്ടുണ്ടാവും. അവര് 100 കണക്കിന് പാട്ട് പാടി പൈസയും വാങ്ങി വീട്ടിൽ പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. ബട്ട് അവർക്ക് അടുത്തൊരു പരിപാടി വരുമ്പോഴും അവർക്ക് ആ ഫിയർ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ മൈക്ക് കിട്ടി അപ്പം തന്നെ ഒരു പാട്ട് പാടാത്തത്. അവര് മൈക്ക് കിട്ടി, മൈക്ക് ഓണാക്കും, മെല്ലെ ഓണാക്കും, മൈക്ക് 2 തട്ടൊക്കെ തട്ടും, സൗണ്ട് ചെക്ക് ചെയ്യും, ഓഡിയൻസിനെ നോക്കും, ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് അങ്ങനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ്. അതുപോലെ തന്നെ ഇപ്പം സലാം പറഞ്ഞു ആ ഒരു മൈക്ക് കിട്ടിയ സംഭവം, നമുക്ക് അതുപോലത്തെ ചാൻസ് ഇനിയും വരും. അപ്പോൾ അന്ന് പറയാത്ത സംഭവം അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ആൾക്കാർ പറയും, മാറ്റി പറയും അത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോ ചേച്ചി പറഞ്ഞ മാതിരി വിളിക്കുക, സംസാരിക്കുക. പിന്നെ ഇതുപോലത്തെ സെഷൻസ് ഉണ്ടാകുമ്പോൾ മാക്സിമം ക്യാമറ ഓൺ ആക്കി സംസാരിക്കുക. നമുക്കൊരു തോന്നലുണ്ടാവും, നമ്മുടെ ക്യാമറ ക്ലിയർ ഒന്നും ഇല്ല, ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല, നമ്മളെ കാണാൻ വൃത്തി ഉണ്ടാവുമോ, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇവിടെ നമ്മൾ അതിനൊന്നുമില്ലല്ലോ, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണല്ലോ. ഇവിടെ നിങ്ങൾ ആരെയും കുറ്റം പറയില്ല, കാരണം എല്ലാവർക്കും അറിയാം എന്താ പ്രശ്നം. ഇപ്പോ ഞാൻ വന്നാലും നിങ്ങൾ വന്നാലും ഒക്കെ പ്രശ്നം അവരവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവരെന്ത് എങ്ങനെ മനസ്സിലാക്കും, ക്യാമറ ഓൺ ആക്കി എന്നെ കാണല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അങ്ങനത്തെ തോട്ട്സ് ആണ് ആദ്യം മൈൻഡിൽ നിന്ന് എടുത്തു കളയേണ്ടത്. അല്ലാണ്ട് നമുക്കൊന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഫൈൻ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ? നിങ്ങളിതൊരു ചാൻസ് ആയിട്ട് എടുക്കുക, സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഈ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? എങ്ങനെ കൺസിസ്റ്റൻസിയാ? ഒരു ദിവസം കുറച്ച് ദിവസം ചെയ്യും, പിന്നെ അതങ്ങ് വിട്ടുപോകണം. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതിപ്പോ നമ്മളിപ്പോ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 3 മാസമൊക്കെ പോകും, റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ അവരായിരിക്കും ഇനി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, നിർത്താന്ന്. പക്ഷെ ജിമ്മിന്റെ ഫാക്ട് പറയുന്നത് 3 മാസം കൊണ്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ജിമ്മ് ഇപ്പൊ അഡ്വർടൈസ്മെന്റിലൊക്കെ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, 3 മാസം, 10 ദിവസം, 5 മാസം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആഡും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ജിമ്മ് പോയാലേ അറിയൂ ഇതിന്റെ ബുദ്ധിമുട്ട്. ജിമ്മ് പോകുന്ന പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അതിനനുസരിച്ച് റിസൾട്ട് വരിക, വളരെ സ്ലോ ആയിട്ട് റിസൾട്ട് വരിക. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഈ കംഫർട്ട് സോണിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ചലഞ്ചില്ല, കുളിക്കാന്ന് പറയുന്നത്, അത് നിങ്ങളൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു
5 ദിവസം അല്ല 7 ദിവസം ചെയ്യാം. വലിയൊരു ടാർഗറ്റ് ആദ്യമേ വെക്കരുത്. ഇപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് 100 ദിവസം 1000 ദിവസം ഒന്നും ദിവസം വെക്കരുത്. ഒരു 3-4 ദിവസം വെക്കുക. ആ 3-4 ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത ദിവസം 3-4 പിന്നെയും വെക്കുക ടാർഗറ്റ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടാവും. ഇനി 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. മറ്റേ നിങ്ങളെ മൈൻഡിൽ ആദ്യം ഒരു തോട്ട് ഉണ്ടാവും. 100, 200, 300 എന്നുള്ള വലിയ വലിയ നമ്പേഴ്സ് തോട്ട് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ ഒരു കോൾഡ് ഷവറിന് ചെയ്യുകയാണെങ്കിലോ, ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ വലിയൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ടാർഗറ്റ് വെക്കുക, ഒരു 3 ദിവസം 5 ദിവസം, അപ്പൊ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ കൺസിസ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു ടൈമിൽ നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ആവും. ആ ഒരു ടൈമിൽ തിങ്ക് ചെയ്യണം, ഞാൻ എന്തിനാ സ്റ്റാർട്ട് ചെയ്തു, എവിടെ എൻഡ് ചെയ്യണം എന്നൊക്കെ. കൺസിസ്റ്റൻസി അറിയുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അത് എല്ലാ ഫീൽഡിലായാലും, ഇപ്പം വർക്കൗട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും എക്സസൈസ്, അതുപോലെ തന്നെ ഇതുപോലത്തെ കോൾഡ് ഷവർ, അങ്ങനത്തെ ഓരോ ചലഞ്ചസ് എടുക്കുമ്പോഴും കൺസിസ്റ്റൻസി അറിയുന്നത് പ്രശ്നമാണ്. ഈ കൺസിസ്റ്റൻസിനോട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്? ഏത് മേഖലയിൽ എന്ത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കൺസിസ്റ്റൻസിന്റെ ഒരു പ്രശ്നം വരുന്നത്? അത് പൊതുവായിട്ട് ഏത് കാര്യം ഒരു ടാർഗറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിലും അതിലെല്ലാത്തിലും വരുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഉം. അത് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, റിയലൈസ് ചെയ്തു ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിന് പ്രോബ്ലം ഉണ്ടെന്ന്. അടുത്തത് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡീസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യണം? വർക്ക് ചെയ്യുന്നു. എങ്ങനെ പോലെ ട്രാവലിംഗ് ഒക്കെ എങ്ങനെ? അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഇല്ല. കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര പഞ്ചലാണ്. അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഇപ്പം ഇതിൽ തന്നെ നമുക്കൊരു ഷെഡ്യൂൾ തന്നെ ഉണ്ട്. ഇപ്പം ഒരു ജേണല് ഡെയിലി ഇടുക, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അതിലൊക്കെ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ വീണ്ടും വിട്ടുപോവാണ്. ആ ലിസ്റ്റിൽ കുറെ കാര്യങ്ങളുണ്ടോ? ഏകദേശം നമ്പേഴ്സ് പറയാൻ പറ്റും, എത്ര ഉണ്ടെന്ന്? ഇല്ല, ഒരു 5-6 കാര്യമേ ഉള്ളൂ. പക്ഷെ അത് ആ, തന്നെ പറയാൻ പറ്റുന്നില്ല. അപ്പൊ അത് കുറയ്ക്കുക. അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതും കുറയ്ക്കുക. ഒരു 3 ആക്കുക. എന്നിട്ട് ഉം. അതൊരു 2-3 ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉം. അത് ഉം. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 3 ദിവസം എന്ന് പറയുന്നത് മൈൻഡിൽ വെച്ചാൽ മതി. ഇത് 3 ദിവസത്തേക്കേ ഉള്ളൂ എന്ന്. ഉം. പിന്നെ 3-ാമത്തെ ദിവസം എൻഡ് ആകുമ്പോൾ പിന്നെയും തിങ്ക് ചെയ്യുക, ഇതൊരു 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാന്ന്. ഉം. അപ്പൊ നിങ്ങൾക്ക് ഇത് 2 പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം 1 വീക്കിന് അടുത്ത് കിട്ടി. ബട്ട് അതെ. ആദ്യം മുതലേ 1 വീക്ക് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടൂല. 2 ദിവസം ചെയ്യും, ഓ. മൂന്നാമത്തെ ഉം. ദിവസം പോകും, മൈൻഡിൽ നിന്ന് പോകും. ഉം. ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചെയ്യാം. 2 ദിവസത്തെ എൻഡ് ആകുമ്പോൾ ഒരു 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. എല്ലാം ഉം. മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ. ഈ ലിസ്റ്റ് കുറച്ചാൽ മതി. ലിസ്റ്റ് കുറെ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വരിക. അങ്ങനെ ചെയ്യാം. ലിസ്റ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് 5-6 ഉള്ളൂ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാ. അപ്പൊ അത് കുറയ്ക്കുക. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യം ചെയ്യാം. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. വേറെ ആരെങ്കിലും? അത് ഒരാളെന്നെ വാച്ച് ചെയ്യാനും കൂടി നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ബെറ്റർ ആയി. ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരാൾ നമ്മളെ ഒന്ന് പുഷ് ചെയ്യാന്, ഒരു സപ്പോർട്ടിങ്ങിന് ഒരാളും കൂടി ഉണ്ടെങ്കിൽ അത് ഒരു 3 ദിവസത്തിന് ചലഞ്ച് എടുക്കുക, ആ 3 ദിവസം ചെയ്യുക, ആ 3 ദിവസം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫോളോ ചെയ്യാൻ ഒരാളെ നിർത്തുക. നമ്മളെ ഫാമിലിയിൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. എന്നിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻസി കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. അത് നല്ലതാ. നമ്മളത് ലോങ് ടാർഗറ്റ് വെക്കാൻ മതി. ചെറിയ ടാർഗറ്റ് വെക്കാം, അച്ചീവ് ചെയ്യാം, അടുത്തത് എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനെ പോയാൽ മതി. നമ്മളത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു കാര്യം മാത്രമല്ല ഇനിയും വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് വരും. അങ്ങനെ നോക്കാം. ആ, ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് ഫീഡ്ബാക്ക് പറയും. വേറെ ആരെങ്കിലും? ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത് കംഫർട്ട് സോണും ഫിയറും എല്ലാ കാര്യങ്ങളുമാണ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ സംഭവം എന്ന്? എല്ലാവർക്കും ഒതുങ്ങിക്കൂടാൻ പറ്റുന്ന ഒരു സംഭവമാണത്.
അതിൽ നിന്ന് പുറത്ത് വരാണ്ട് നമുക്കത് നമ്മുടെ പേഴ്സണാലിറ്റീസ് ഡെവലപ്പ് ആവാൻ പറ്റില്ല. ഇപ്പം കുറെ ആൾക്കാരെ പ്രശ്നം പറഞ്ഞു, ഫിയർ ആണ് പ്രശ്നം, അവസരം കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം പലരും പലരുടെ പ്രശ്നം ഇവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതന്നെ ഒരു വലിയ കാര്യം. നമുക്കത് മനസ്സിലായി, സ്വയം മനസ്സിലായി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് അതെങ്ങനെ മറികടക്കാന്നുള്ളത്. അതും നമുക്ക് തന്നെ അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ചിന്തിക്കേണ്ടത് ഇതെങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എങ്ങനെ മറികടക്കാൻ പറ്റുന്നു. അപ്പം ചിലർ പറഞ്ഞു കൺസിസ്റ്റൻസി, ചിലർ ഫിയർ പറഞ്ഞു. അങ്ങനെ ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു കാര്യമില്ല ഈ ലോകത്ത്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ മാക്സിമം യൂസ് ചെയ്യാം. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും വലിയ സംഭവം. എന്ത് കാര്യത്തിലും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും മൈൻഡ് സെറ്റ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഒന്നുമില്ലെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞോളി. എന്താ ഇപ്പൊ പ്രശ്നം? ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാന് സുലൈഹ. മാജിക്കിൽ ഉള്ളതെന്ന് വെച്ചാല് വന്നതൊരു ഡിസംബറിൽ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തന്നെ നല്ല ആക്റ്റീവായി, വീഡിയോ ഒക്കെ ഓണാക്കി ഇരുന്നിരുന്നു. പക്ഷെ ഇടയിൽ എപ്പോഴോ വെച്ച് അതൊക്കെ എപ്പോഴൊന്നല്ല ഇപ്പോഴും കൂടി വീഡിയോ ഇപ്പൊ ഓണാക്കാനേ പറ്റുന്നില്ല. പാളം തെറ്റി. നല്ല ഇതില് വന്നിട്ട് പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ റിയലൈസ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ കുറെ നാള് വരാഞ്ഞിട്ട് പിന്നെ വരാനും എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട്, എന്നാൽ ഇടക്ക് പോയി പോകും. അതുണ്ടാവും, അത് ഒന്ന് റെഡി ആവും, ടെൻഷൻ ആവണ്ട. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെയാന്ന് വെച്ചാല് വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ, പൊതുവെ ഇങ്ങനെയല്ല. ശരിയായിക്കോളൂ. ഓക്കെ, കേട്ടില്ലേ പറഞ്ഞതൊക്കെ? ഹലോ. ഹലോ. സാറെ നമ്പർ ഒന്ന് കിട്ടുമോ? ഓ, ഞാൻ ഗ്രൂപ്പിലിടാം. നമ്പർ ഗ്രൂപ്പിൽ വന്നിട്ടോ. എവിടെ സ്ഥലം പറഞ്ഞ സാറേ? നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല, കേട്ട ഓർമ്മല്ല. കോഴിക്കോട് മലാപ്പറമ്പ്. മലപ്പറമ്പ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അവസാനമായിട്ട്? ഗുഡ് മോർണിംഗ്, മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, മാജിക് മോർണിംഗ്. ഞാനും കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോട് വരുന്നതാണ്. സാറ് മധൂരിൽ നിന്ന് എഴുതിയ കണ്ടപ്പോഴേ എനിക്ക് കോഴിക്കോട് നിന്നുള്ള ഇതില് മനസ്സിലായി. ഞാൻ കാമ്പർത്താവിന്റെ അടുത്താ. കാമ്പത്തിന്റെ അടുത്താണ് അല്ലേ? അവിടെ കുറച്ച് പരിചയം. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് എല്ലാം നന്നായിട്ടുണ്ട്, നല്ല പ്രസന്റേഷൻ ആണ്. അതിപ്പോ നല്ലൊരു ഇന്ററാക്റ്റീവ് രീതിയിലാണ് പോയത്. ഇതുപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ അതെങ്ങനെ ദൂരീകരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫിയർ ഓഫ് ഫെയിലിയറും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോകാസ്റ്റിനേഷനും ഇതെല്ലാം വ്യക്തമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് എങ്ങനെയൊക്കെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. അത് വ്യക്തമായി നിങ്ങൾ ആ ടോക്കിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അവനവന്റെ ഉള്ളിലുള്ള പ്രത്യേകതരം ആ കഴിവുകളെ പുറത്തെടുക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അത് എനിക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. സാറ് വളരെ നല്ലൊരു ക്ലാസ്, നമ്മുടെ കംഫർട്ട് സോൺ പൊട്ടിക്കാനുള്ള കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞു. നമ്മള് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, അതായത് ഇപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് എല്ലാ കാര്യങ്ങളായാലും നമുക്കിപ്പോ കംഫർട്ട് സോൺ പൊട്ടിക്കേണ്ട കാര്യമായാലും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യമായാലും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, നമ്മളാണ് മുന്നോട്ട് വരേണ്ടത്. എല്ലാ കാര്യങ്ങളിലും
നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അതിൽ നിന്നൊരു മാറ്റം വരുത്തണം എന്നുള്ള ആ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ എപ്പോഴും നല്ല കഠിനമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറാൻ കഴിയുമെന്നാണ് സാർ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, വളരെ നല്ലൊരു ക്ലാസ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒന്നും നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാൻ ഞാൻ മതി. ഇന്ന് ചെയ്യാൻ തുടങ്ങിയ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്യാം. നാളത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് പ്രശ്നം വരിക. നാളെ അത് പറയും നാളെ ചെയ്യാം, പിന്നെയും പറയും നാളെ ചെയ്യാം. അതങ്ങനെ പോവും. അത് ഒരു അവസാനം ഇല്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടേക്കും. ഒന്നൊരു തീരുമാനം എടുത്താല് അത് ഇന്ന് ചെയ്യാം, തുടങ്ങുക. ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാല് അത് ഇന്ന് തന്നെ തീരണമെന്നൊന്നുമില്ല. ഇന്ന് തുടങ്ങിയിടുക. ചിലപ്പോ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളുണ്ടാവില്ല, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അത് ആ കൺസിസ്റ്റൻസി പറഞ്ഞ ട്രാക്കിലേക്ക് വരിക ചെയ്യാം. പതിയെ 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 വരിക ചെയ്യാം. ആർക്കും പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, വേറെ ആരും പറഞ്ഞു? താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് സെഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഇന്ററാക്ഷൻ സെഷൻ വരുന്നത്. സോ സാറിന്റെ സെഷനിൽ പ്രത്യേകിച്ച് സാർ ഫസ്റ്റിലെ ഇന്ററാക്റ്റീവ് ആണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാർ പറഞ്ഞുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഡിയൻസിനും കിട്ടിയിട്ടുണ്ട്. അവർക്കും ഇപ്പൊ സാറ് പറഞ്ഞ സാർ ടോപ്പിക്കിനനുസരിച്ചാണ് സെഷൻ പോയിട്ടുള്ളത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സലാം സാറാണ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി കോൺഫിഡൻസ് ഒന്ന് കൂടിയിട്ടുണ്ടായിരിക്കും സാറിന്. ആളാണിപ്പോ ഒന്ന് ബെറ്റർ ആയിട്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ സംസാരിച്ച ആളാണ്. അതെ, എനിക്ക് തോന്നുന്നു സാറിന് അങ്ങനെ ഒരു പ്രശ്നം സാറിന് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാർ കിട്ടിയ സാർ അതിനെ ഫേസ് ചെയ്ത് സാർ എന്തായാലും ഓവർകം ചെയ്യുന്ന തോന്നുന്നു. ആളെ മൈൻഡിൽ പറഞ്ഞു വെച്ചതാ, പ്രശ്നമൊന്നുമില്ല. ആ തിങ്കിങ് പ്രോസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചത്. അതിന് വേണ്ടി അഫോർമേഷനും ഗ്രാറ്റ്യൂഡും ഒക്കെ എഴുതിക്കോളൂ. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഹസൻ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഫീഡ്ബാക്ക് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. സോ അവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഒന്ന് വിളിച്ചോക്കുമോളെ സജ്ജന. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഹലോ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. നല്ല ക്ലാസ് ആണ്. ഓക്കെ മാം, എവിടെ ഞാൻ പുറത്തൂര്. ഓക്കെ എന്ത് ചെയ്യുന്നു? ഹലോ, എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന്. ആള് ടൈലറിംഗ് ആണ്, വീട്ടിലിരുന്ന് ടൈലറിംഗ് ചെയ്യാം. ഓ, ക്ലാസ് ഒക്കെ കേട്ടായിരുന്നു? മനസ്സിലായിരുന്നു? ഇനി ക്ലാസ് നന്നായിട്ടുണ്ട്. ഓക്കെ 2 ദിവസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അതിൻ്റെതായൊരു ഇതുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ചർച്ച നമ്മളെ ഈ ഒരു ഇതില് ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടതാണ്. ഇതിപ്പോ ക്ലാസ് എന്നല്ല പറയാൻ പറ്റുക, അതൊരു ചർച്ചയിലൂടെയാണ് സാർ ഇതൊക്കെ കൊണ്ടുപോയത്. അതുകൊണ്ട് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പറയാനൊരു അവസരമാണ്. ഇപ്പോഴും നമ്മളെ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ മടി കാണിച്ചിരിക്കുന്ന കുറെ പേര് നമ്മളെ ഈ ഒരു ബിമാജിക് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഒന്നും കണ്ട് നടക്കില്ല, മുന്നോട്ട് വന്ന് പറയാനൊരു അത് ഇല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അംഗനവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹവുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒരുപാട് ഇടപഴകണമുണ്ട്. നമ്മൾ എന്തൊരു പ്രോഗ്രാം നടക്കുമ്പോഴും അവിടെ നമ്മളെ അവസരമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുൻകയറി കാര്യങ്ങൾ പറയും. അവിടെ തെറ്റോ ശരിയോ എന്നൊന്നും നോക്കാറില്ല, പറയാറുണ്ട്. പിന്നെ ഇപ്പൊ സുലേഖ മാം പറഞ്ഞ പോലെ സുലേഖ മാം കുറെ നല്ല ഇതിൽ ഇങ്ങോട്ട് വന്നിരുന്ന ഒരാളാണ് ആക്റ്റീവായിട്ട്. പിന്നെ ഒന്നും ഇങ്ങോട്ട് ബാക്കിൽ അതെല്ലാവർക്കും വരുന്നുണ്ട്. ഇപ്പൊ ഞാനും കുറെ ദിവസം കണ്ട് വീഡിയോ ഓപ്പൺ ആക്കാൻ എനിക്ക് മടി തോന്നി. അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ കയറാൻ ഒരു മടി തോന്നി. പക്ഷെ ഇപ്പൊ വീണ്ടും നമ്മള് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോ നമ്മളെ ഗ്രൂപ്പിലേക്ക് വരണം, 21 days ചലഞ്ച് വെക്കണം. അതുപോലെ സലാം എന്നോട് പറഞ്ഞ് മാഡം എന്നെ ഒന്ന് വിളിക്കണം രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 1-2 ആൾക്കാർ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാ, ഞാൻ മടി കാണിച്ചിരുന്നാൽ അത് ശരിയാവില്ല. കാരണം ഇവരെ ഉണർത്തുക എന്നുള്ളത് എന്റെ ഒരു കടമയാണ്. അപ്പൊ എനിക്കും കൂടി നീറ്റാലേ പറ്റുള്ളൂ.
ഞാൻ നീറ്റാലല്ലേ ഇവരെ ഉണർത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്റെ അടുത്ത് വരുത്തേണ്ട മാറ്റമാണെന്ന് ഞാൻ സ്വയം ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്നിലൊരു മാറ്റം വരുത്തിയപ്പോ ഇവർക്ക് ഇതിൽ കയറാൻ പറ്റി. അപ്പൊ അവിടെ ഞാനാണ് തിരുത്തിയത്, ഞാനാണ് അതിന് തയ്യാറായ ആള്. അപ്പൊ നമ്മൾ തയ്യാറായാൽ, നമ്മളെ ചിന്തകളൊന്ന് മാറ്റി വെച്ചാൽ നമുക്കിതില് എന്താ പറയാ, ഈ ഒരു കംഫർട്ട് സോൺ പൊട്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പറ്റാത്ത കാര്യമൊന്നുമല്ല. അതെ അതെ, ഇത് നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. ഇറങ്ങിത്തിരിക്കണം. അതെ, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ഇപ്പൊ എന്റെ കാര്യങ്ങൾ റൂട്ടായിട്ട് ഇങ്ങനെ നല്ല 5 മണിക്ക് എഴുന്നേക്കണ്, 4:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് ഒരു വിളക്ക് കത്തിച്ച് 5 മണിക്ക് കുളിച്ച് അത് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ ഇരുന്ന് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മൾ കിച്ചണിലേക്കാ പോകാൻ പോണത്. അപ്പൊ നമ്മളെ കാര്യത്തിനൊരു നല്ലൊരു ഒഴുക്കോടുകൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മോനെ, നല്ലൊരു സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, താങ്ക് യു. എല്ലാരും ഹൃദയത്തിലേക്ക് കണ്ട് കയറി പറ്റാൻ നിന്നെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പായി. കാരണം അത്രയും നല്ല കുറെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. സിന്ധു മാം, നമ്മൾ ഇന്നലത്തെ സെഷനിൽ ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് ഈ ഒരു മാസം ഞങ്ങൾക്ക് അംഗൻവാടിയിൽ കുറച്ച് തിരക്കാണ്. ഒരു പോഷകാഹാര മാസാചരണമാണ്. അതിന്റെ ഭാഗമായിട്ട് ദിവസേന ഫോണിൽ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, അംഗൻവാടിയിലും ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് തിരക്കാണ്. എങ്കിൽ കൂടി ഞാൻ ശ്രദ്ധിച്ചോളാം. ആരും ഗ്രൂപ്പിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാൻ മോളെ പേഴ്സണലായിട്ടൊന്ന് വിളിക്കാം. അതിന്റെ ഒന്നും കൂടി കാര്യങ്ങൾ എനിക്കൊന്ന് ക്ലാരിറ്റി വരുത്താണ്ട് എന്നിട്ട് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഓക്കെ, താങ്ക് യു മോളെ. ചില മെമ്പേഴ്സ് അതൊന്ന് നോട്ട് ചെയ്യുക. ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, ഹസൻ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലത്തെ ഒരു സെഷൻ സാറിന്റെ ഭാഗത്ത് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ബി മാജിക് കമ്മ്യൂണിറ്റി സാറിന്റെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ ഇതെല്ലാം ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് ഇനിയും ജോയിൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വീട്ടിൽ സാറിന്റെ ഒരു സെഷൻ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടെങ്കിലും അവരുടെ കംഫർട്ട് സോൺ അവരെന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇത് അതേ കൊണ്ടുപോവാ. ഷൈൻ, ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊരു സ്റ്റാർട്ടായിട്ട് കാണാം, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഇതുപോലത്തെ പ്രാക്ടീസ് ചെയ്യാം. അതെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം വേണം മോളെ. നമ്മളെ സേഫ് സാറിനോട് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരു അവസരം ഒരു ദിവസം നമുക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കഷന്റെ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ വിളിച്ച് ഇതാണ് വരാറില്ല. സത്യമാണ്, അവരെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അത്തരം കാര്യം അപ്പൊ അതിനാണ് നമ്മളൊരു ഫീഡ്ബാക്ക് സെക്ഷനിലൂടെ നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഡിസ്കഷനും കാര്യങ്ങളും വെക്കാം നമുക്ക്. നമുക്ക് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. ഓക്കെ മോളെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ടു ഓൾ. എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ. താങ്ക് യു സർ. Thank you, sir. Thank you to all.